ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ 8:30ക്കാണ് പ്രോഗ്രാം പറഞ്ഞതെങ്കിലും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 11 കഴിഞ്ഞിരുന്നു. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഈ ഡെഡിക്കേഷൻ ആരും കാണാതെ പോകരുത്. എനിവേയ്സ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും പൂക്കള മത്സരം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാനൊക്കെ പൂക്കൾ ഇടാൻ ഉള്ള കൂട്ടത്തിലാണ് പേര് കൊടുത്തിരുന്നത്. ബട്ട് ഞങ്ങൾ വരാൻ ലേറ്റായി പോയതുകൊണ്ട് തന്നെ ഓൾറെഡി അത് സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. ഇവരൊക്കെ എല്ലാവർക്കും പൂക്കൾ ഇറുത്ത് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നു. പൂക്കൾ ഇടുന്നത് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പിന്നെ കുറേ ക്യാമറ ഷൈ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. ആർക്കും ക്യാമറയിൽ അല്ലെങ്കിൽ വ്ളോഗിൽ മുഖം കാണിക്കാൻ താല്പര്യമേ ഇല്ല. പിന്നെ പൂക്കളമിടാനുള്ളവർ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ പൂക്കളമിട്ട് ഫില്ല് ചെയ്തു. ഇതാദ്യം ഇട്ടപ്പോൾ ഈ പൂക്കളത്തിന് ഇച്ചിരി വലിപ്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം വരികയും ബാക്കിയുള്ള പൂക്കൾ വെച്ചിട്ട് ആ സർക്കിൾ ഒന്ന് വലുതാക്കാൻ ശ്രമിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ ഇരുന്ന് പൂക്കളം ഇടുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സുഖമുള്ള കാര്യമാണെങ്കിലും അത്രയും നേരം അവിടെ ഇരുന്നിട്ട് പൂക്കളം ഇടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിവേയ്സ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പൂക്കളം സെറ്റ് ചെയ്തു. ലാസ്റ്റ് ഒരു സർക്കിളും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് വലിയ സൈസാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെയും ചേച്ചിയുടെയും ഒക്കെ ഓണം ലുക്ക്. ഞങ്ങളുടെ ടീമിൻ്റെ പേരാണ് തകൃതി. സോ ടീം തകൃതിയുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്കാണിത്. പിന്നെ ആർക്കും തന്നെ വ്ളോഗിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആരും അറിയാതെ ഷൂട്ട് ചെയ്യാനും എനിക്ക് തോന്നിയില്ല. കാരണം അവരുടെ പ്രൈവസിയും നമ്മൾ നോക്കണമല്ലോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ഉൾപ്പെടുത്താനും ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വന്നവരും അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് അത്യാവശ്യം ആളുകൾ കൂടുതലുണ്ടായിരുന്നു. ഒരു ഹോള് ഫുൾ ഓഫ് ആളുകളുണ്ടായിരുന്നു. ആൻഡ് നല്ല ചൂടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വിയർത്തു, ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്തു. അപ്പോൾ എന്നാലും ഈ ഓണത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ നമ്മൾ അതൊന്നും അങ്ങോട്ട് മൈൻഡിൽ വെച്ചില്ല. നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് മാത്രമേ അപ്പം മുന്നിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ടീമിന് മുഖം കാണിക്കുന്നതിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ പൂക്കളമൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പരിപാടി ഈ ഒരു ഹാളിലാണ് നടക്കാൻ പോകുന്നത്. കലാപരിപാടികളുണ്ട്, ഓണപ്പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് ഇനി അരങ്ങേറാൻ പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും വന്നിട്ട് അവിടെ വന്ന് ഇരുന്നിട്ടും കുറച്ച് ഷോയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഡാൻസ് ഉണ്ടെന്ന് അതിന് മുന്നേ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ലുക്കൊക്കെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യാണ്. അങ്ങനെ ഭദ്രദീപം കൊളുത്തി നമ്മുടെ പരിപാടി സ്റ്റാർട്ടാവാൻ പോവുകയാണ്. ഫസ്റ്റ് ടീച്ചേഴ്സിൻ്റെ തിരുവാതിര. പിന്നെന്താ, പിന്നെ സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടു. ഡാൻസിന് മുന്നേ ഒന്നും കൂടി നമ്മുടെ ലുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻഷുർ ചെയ്തു. പിന്നെ നമ്മുടെ ബാക്കി കുട്ടികളുടെയൊക്കെ ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് പോകും. അയ്യോ, അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡടിയിലേക്ക് പോകാം. പ്രോപ്പർ ഒതൻറ്റിക് ഓണ സദ്യ. എല്ലാ തൊടുകറികളും ചോറും
പരിപ്പും ഒക്കെ കൂട്ടിയിട്ട് എല്ലാം റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഇനി എന്താ, നമുക്കതങ്ങോട്ട് അകത്താക്കാം. അങ്ങനെ ചോറും പരിപ്പും പപ്പടവും ഒക്കെ ആയിട്ട് ഞാൻ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് അടിക്കുന്ന വീഡിയോ ആണിത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഷോ പായസവും വന്നു. എൻ്റെ ഇല കാണുമ്പോൾ അറിയാം എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ കുറേ ഓണക്കളികളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ടീം ബോണ്ട. ടീം ബോണ്ടയിലെ ടീമംഗങ്ങൾ വേദിയിലേക്ക് വന്നതാണ്. പിന്നെ നമ്മുടെ ഡാൻസ് കളിച്ച കുട്ടികൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു ഓണ സമ്മാനവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെയധികം ഹാപ്പിയായി. പിന്നെ കുറച്ച് ഡാൻസ് മൂവ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓണമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ്. എനിവേസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടിന്യൂസ് 2 hours എന്തോ ഞങ്ങൾ കണ്ടിന്യൂസ് ഡാൻസ് ചെയ്തു. ആരും കുഴഞ്ഞില്ല. ഹൈ ലെവൽ എനർജിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ അത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻസ്. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.